അപ്പോൾ ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ മെഷീനുകളിലും ടെക്നോളജിയിലും ടോപ്പായിട്ടുള്ള ആളുകളാണ് ഇല്ലേ. ഇപ്പോൾ നമ്മുടെ മെഴ്സിഡീസ് ബെൻസ് ഇതൊക്കെ അവരുടെ സാധാരണ ജോലികളാണ്, അവർക്ക് അത്രയ്ക്ക് പെർഫെക്റ്റാണ് അവർ. ഇപ്പം ഞാൻ അധികം സമയം ജർമ്മനിയിലാണ് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ അത്ഭുതം തോന്നുകയാണ്, എങ്ങനെ അന്ന് അയാൾക്ക് ഈ പ്രവർത്തനം വളരെയധികം പരിശ്രമിച്ചിട്ട് സാധിക്കാണ്ട് ഇയാൾ മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജർമ്മൻ ഒരു കാര്യം ചെയ്യാൻ വിട്ടിട്ട് മടങ്ങി വരിക എന്നുള്ളത് സാധാരണഗതിയിൽ അസംഭവമാണ്. പക്ഷേ അത്രയ്ക്ക് നിവൃത്തിയില്ലാതെ അവിടെ നിന്നിട്ട് പിന്നെന്താ കാര്യം, ഈ കാട്ടിൽ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര പ്രയാസമായി. 1 മാസമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. പിറ്റേ ദിവസം ഞാൻ ആ മെഷീൻ്റെ അടുത്ത് പോയി അവിടെ ഇരുന്ന് ഇങ്ങനെ കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ദൈവമേ, ഇത്രയും ദിവസവും ഞാൻ തന്നെ ഇത് പരിശ്രമിക്കുകയായിരുന്നല്ലോ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ. എന്നാൽ ദൈവത്തിന്, ജ്ഞാനത്തിന് ഇതിനെല്ലാം ഒരു ഉത്തരം ഉണ്ടാകുമല്ലോ. മനസ്സിലായോ? അന്ന് വരെ ഞാനത് ചിന്തിച്ചില്ലായിരുന്നു. അപ്പൊ തന്നെ എനിക്കൊരു ഭയങ്കര സമാധാനം തോന്നാൻ തുടങ്ങി. ദൈവത്തിന്റെ ജ്ഞാനത്തിന് ഇതിനൊരു ഒരു പോംവഴി ഉണ്ടാകുമല്ലോ. ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഇപ്പോഴത് ഓർക്കുകയാണ്. എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, കർത്താവ് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പറയാണ്, ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. ഏത് ദൈവത്തിനെല്ലാം സാധ്യമാണെന്നും ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഇതെല്ലാം സാധിക്കുമെന്നുള്ളൊരാശയം ഇപ്പോഴെങ്കിലും നിനക്ക്. എനിക്ക് ഭയങ്കര ഒരു സമാധാനമായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇത്രയും വലിയ എഞ്ചിനീയറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് 1 മാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ നിനക്കെല്ലാം അറിയാം, അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ നടത്തണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഒന്ന് തരാം. അങ്ങനെ പ്രാർത്ഥിക്കുകയല്ല, പെട്ടെന്ന് എനിക്കൊരു ഐഡിയ. അന്ന് വരെ ഞങ്ങൾ ആരും ചിന്തിക്കാത്ത, ഞാനോ പോട്ടെ, ജർമ്മൻകാരനോ, ഇനി ഇവരുടെ ജർമ്മനിയിലുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാർ ഇതിനെ കാരണം അവരെ സംബന്ധിച്ച് വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. ഇത്രയും വലിയ ഒരു മെഷീൻ ഇന്ത്യ ഗവൺമെൻറ് മേടിച്ചിട്ട് അത് പ്രവർത്തനമായില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അപ്പോൾ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പലരും ഇതിനെ ഗവേഷണം നടത്തി നോക്കിയിട്ട് ആർക്കും പിടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കാത്തതെന്ന്. പക്ഷേ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു എന്താണ് അതിൻ്റെ കാരണം. എനിക്ക് ഐഡിയ കിട്ടിയ വഴി ഞാനങ്ങ് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ഓടി ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയറിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു, ഇത് പ്രവർത്തിക്കാനുള്ള ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു. അയാളൊരു തമിഴനായിരുന്നു ചീഫ് എഞ്ചിനീയർ. അയാൾ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ഡൗൺ ആക്കി. അയാൾ പറഞ്ഞു, നീ എന്നെ പണ്ണ മുടിയും, അന്ത ജർമ്മൻ എഞ്ചിനീയർ പണ്ണ മുടിയാത്ത കാര്യം ഇല്ലേ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു വിചാരം ഈ വെള്ളക്കാരൻ എല്ലാം അറിയാമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പഴയ ആശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് നിങ്ങൾ. കേൾക്കണതിന് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അത് കേൾപ്പിച്ചു. ഞാൻ പറയാനുള്ള എനിക്ക് കിട്ടിയ ഐഡിയ ഞാൻ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഉടനെ ഭയങ്കര ആഹ്ലാദമായി. ഇയാൾ തുള്ളിച്ചാടി, യെസ്, അത് സാധിക്കും, ദാറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി ഓടി വീണ്ടും എൻജിൻ റൂമിലേക്ക് വന്ന് ജോലിക്കാരെല്ലാം വിളിച്ച് ഈ ഞാൻ പറയുന്ന ആ മോഡിഫിക്കേഷൻ അതുപോലെ ചെയ്യാൻ വേണ്ടി ഈ മെഷീൻ അഴിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. ആൾക്കാരെല്ലാം വിളിച്ച് 3-4 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഐഡിയ അവിടെ
അങ്ങ് പ്രാവർത്തികമാക്കി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. ഇത് വലിയ മെഷീനാണ്, 1000 കിലോവാട്ടാണ് അതിൻ്റെ മോട്ടർ തന്നെ. അതായത് എന്നെക്കാളും വലിയ പൊക്കമുണ്ട് മോട്ടറിന്. ഈ മെഷീൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ കോണി വെച്ച് കയറണം. അപ്പോൾ ഇത് പ്രവർത്തിക്കുമ്പോൾ ആ ബിൽഡിംഗ് മുഴുവനും ഭയങ്കരമായ ഒരു ചലനം ഉണ്ടാക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം ഞാൻ ചീഫ് എഞ്ചിനീയറോട് പറഞ്ഞു, ഇനി റെഡി, ഇനി നിങ്ങളൊന്ന് ബട്ടൺ അമർത്തിക്കോളാം. അയാൾ പറഞ്ഞില്ല, നീ തന്നെ ബട്ടൺ അമർത്തുന്നു പറഞ്ഞു. അപ്പോൾ ബട്ടൺ അമർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ക്രെഡിറ്റാണ് ആദ്യത്തെ ഇത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കേ ഞാൻ ബട്ടൺ അമർത്തി. ഒരു ഭഗമ്പനം കൊള്ളിക്കുന്ന ശബ്ദത്തോടെ ഈ മെഷീൻ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം എന്താ പറയുക, അവിടെ കൂക്ക് വിളിക്കും എന്ന് പറയുന്നത് അതൊരു സന്തോഷത്തിൻ്റെ സിംബോളായിട്ടാണ്. ഭയങ്കരമായ ആഹ്ലാദാരവം കൊണ്ട് എല്ലാവരും ജയഘോഷം വിളിച്ചു. എന്നെ എല്ലാവരും പിടിച്ച് പൊക്കിക്കൊണ്ട് നടക്കാൻ. ഉടനെ സന്ദേശം ജർമ്മനിയിൽ പോയി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ജർമ്മൻ എഞ്ചിനീയർ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ നിനക്ക് സാധിച്ചു എന്നുള്ളത് അറിയാൻ. കാരണം അവരെ ഇത് പഠിക്കണ്ടേ. അങ്ങനെ അന്ന് അയാളെ എനിക്ക് ജർമ്മനിയിൽ ജോലി വരെ തരാൻ തന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ കമ്പനിയുമായിട്ട് ബോണ്ടിലായിരുന്നുകൊണ്ട്. അന്നത്തെ ശേഷം ആ കമ്പനിയിൽ, ടാറ്റ കമ്പനിയിൽ, ഞങ്ങൾ വേറൊരു ഇംഗ്ലീഷ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. എന്തെല്ലാം പ്രശ്നമുണ്ടോ ആർക്കും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരെ വിളിച്ചാൽ മതി? തോമസ് പോൾ. ഇങ്ങനെ ഒരു സംവിധാനമായി മാറി. എന്നാൽ എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരം എന്താ ഞാൻ കാണുന്നത്? ദൈവത്തിന് ജ്ഞാനമുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഇതിനൊരു പരിഹാരമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു ഭയങ്കര രസകരമായൊരു സംഭവം പറയാൽ, ഈ ഒരിക്കൽ ഒരു വലിയ കമ്പനിയിൽ, സായിപ്പിൻ്റെ കമ്പനിയാണ്, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള നെസ്കോഫി ഉണ്ടാക്കുന്ന കമ്പനിയില്ലേ, നെസ്കോഫി കാര്യം സ്പൂൺ കൊണ്ട് തോണ്ടി ഇടുന്നതാണ്. പക്ഷെ ആ കമ്പനി ഒരു വലിയ കമ്പനിയിലാണ് അത് ഉണ്ടാക്കുന്നത്. വലിയ മെഷീനുകൾ വേണം നെസ്കോഫി ഉണ്ടാക്കാൻ. ആ ഒരു 11 നില കെട്ടിടമാണ് അതിൻ്റെ വലിയ ഒരു മെഷീൻ. ആ 11 നില കെട്ടിടത്തിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് ടംബ്ലറാണ്. 11 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു ഫ്ലാസ്കാണ്. അതിൻ്റെ അകത്താണ് ഈ ഡിക്കോക്ഷൻ സ്പ്രേ ചെയ്യുന്നത്. അത് സ്പ്രേ താഴെ വരുമ്പോഴേക്കും അത് പൗഡറായിട്ട് വരും. അതിൻ്റെ മുകളിൽ ഒരു മെഷീൻ പൊക്കി വെക്കണം. അതിന് അപ്പോൾ അത് സായിപ്പ് സ്വിറ്റ്സർലൻഡുകാരെന്നൊക്കെ പറഞ്ഞാൽ വലിയ കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കി വയ്ക്കാറുണ്ട് അവിടെ. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലും, അതും ഈ കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലാണ് ഈ മെഷീൻ, അല്ലെങ്കിൽ ഈ ഫാക്ടറി മൈസൂർ ഒരു ഭാഗം, അവിടെ ഇങ്ങനെയുള്ള ഒരു ക്രെയിനും ഇല്ല. ബോംബെ നിന്ന് വരേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ പേപ്പറിൽ അനൗൺസ് ചെയ്തു. ഞാൻ ബോംബെയിലാണ്, ഞങ്ങൾ പേപ്പർ കണ്ട്. അപ്പോൾ ഞാൻ ഇതിന് കോട്ട് ചെയ്ത്, ഞാൻ ഇതിന് കോമ്പറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒരു കണ്ടീഷൻ, ഈ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, സാധിക്കുന്നവർ, കഴിവുള്ളവർ ആദ്യം ഒരു ഇൻ്റർവ്യൂ പാസ്സാവണം. അതായത് നമുക്കിതിനുള്ള കഴിവുണ്ടെന്ന് അവർ ബോധ്യപ്പെട്ടാലേ ബാക്കി പ്രൊസീഡിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നിരിക്കുകയാണ്. ആദ്യം തന്നെ സായിപ്പ് ചോദിച്ചു, ഇത്രയും വലിയ ഉയരത്തിൽ ഇത് പൊക്കി വയ്ക്കാൻ പറ്റിയ ക്രെയിൻ ഉണ്ടോ കയ്യിൽ? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ക്രെയിനൊന്നുമില്ല. ഇയാൾക്ക് ഭയങ്കര അരിശോ. ഇയാൾ പറഞ്ഞു, ഗെറ്റ് ഔട്ട്, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ഐഡിയ ഉണ്ട്, ഇത് ക്രെയിൻ ഇല്ലാണ്ട് ചെയ്യാനായിട്ടുള്ളത് പറയാൻ. ഇല്ല, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ക്രെയിൻ ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്ത് പറഞ്ഞിട്ടും ഇയാൾ സമ്മതിക്കുന്നില്ല. അയാൾ എന്നോട് പുറത്ത് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. എന്നോട് ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, ഒരു സെൻറ്റൻസ് കൂടി പറയാൻ അനുവാദം തരാമോ? പറയാൻ പറഞ്ഞു. കണ്ടോ, ഒരു സെൻറ്റൻസ് ഇനി എനിക്കുള്ളൂ. ഈ ഒരു സെൻറ്റൻസിനകത്ത് ഇയാളെ ബോധ്യപ്പെടുത്തണം, ഇയാളെ ജയിക്കണം.
അപ്പോൾ ഞാൻ ഈ വചനം, കർത്താവേ നിൻ്റെ ജ്ഞാനത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പറയാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ നിന്നിങ്ങ് വരികയാണ്, വി ആർ ഇന്ത്യൻസ്, വി മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ. അല്ലോ, ഈ പറഞ്ഞ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. വി മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ. എങ്ങനെയാ ജ്ഞാനം കിട്ടി? ഇതൊന്ന് കേട്ടവഴി ഇയാളാകെ അങ്ങ് ഇരുന്നു പോയി. ഇയാള് എൻ്റെ മുഖത്ത് പിന്നെ സന്തോഷത്തോടെ നോക്കാൻ തുടങ്ങി. ഒന്ന്, ഇയാൾക്ക് ഇത് ഒരു അപ്രീസിയേഷനായി ഞാൻ പറഞ്ഞ ഉത്തരം ഇല്ലേ. അയാൾ പറഞ്ഞു, സിറ്റ് ഡൗൺ, എന്താ നീ ഉദ്ദേശിക്കുന്ന ഐഡിയ? ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയൂല, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ പറഞ്ഞാൽ വേറെ ആരെ കൊണ്ട് അത് ചെയ്യിക്കില്ല, ആ ഐഡിയ ആണെങ്കിൽ നിനക്ക് തന്നെ കോൺട്രാക്റ്റ് കിട്ടുക, നല്ല പൈസയോടെ ഞാൻ കോൺട്രാക്റ്റ് തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഐഡിയ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇയാൾ വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് എന്നെ അങ്ങ് പൊക്കി പറയാണ്, നീ തന്നെ ഈ ജോലി ചെയ്യണം, സ്റ്റാർട്ട് ദ വർക്ക്. എനിക്ക് എന്നിട്ട് ഇയാൾ പറയാൻ, ഞാൻ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ പൈസ ഞാൻ ഇതിന് നിനക്ക് തരും, കാരണം യു ആർ ഗോയിങ് ടു ഡു എ ഗുഡ് ജോബ്, നീ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയെല്ലാം നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് കുറിച്ച് അതിനെ എത്ര കൈക്കൂലി മേടിച്ചാലാണ് നമുക്കൊരു പൈസ കിട്ടുന്നത്. അത് കഴിഞ്ഞ് വേറെ, അപ്പം അയാൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ പൈസ എനിക്ക് തരിക. അതിനുശേഷം വേറൊരു ദിവസം ഞാനൊരു ജോലി ചെയ്തിട്ട് ഇയാൾ പറഞ്ഞു, നീ വേഗം ബില്ലുണ്ടായിക്കൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ 4 ലക്ഷം രൂപയുടെ ബില്ല് അതിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ആ കടലാസിട്ടൊരേറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി കൂടിപ്പോയോ, വളരെ മോശമായി പോയോ? നീ നന്നായിട്ട് ജോലി ചെയ്തു, നിനക്ക് 5 ലക്ഷം കിട്ടാൻ യോഗ്യതയുണ്ട്, അതുകൊണ്ട് നീ ബില്ല് മാറ്റി 5 ലക്ഷമായി കൊണ്ടുവരാൻ. അപ്പോൾ ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് സോളമൻ പറയുന്നത്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതോടൊപ്പം ധനവും മറ്റുള്ളതെല്ലാം വരികയാണ്. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജോലി കാര്യങ്ങളിൽ വളരെ വലിയ വിജയം എനിക്കുണ്ടാകാൻ സാധിച്ചു. അപ്പം ഞാൻ പറയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനമാക്കി തന്നിരിക്കുന്നു. നമുക്കൊന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം വീണ്ടും വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനം വായിക്കാം. ഇനി അയ്യോ, നമ്മൾ ആ 14-ാം വചനത്തിൻ്റെ മുഴുവനും പറഞ്ഞില്ലല്ലോ. 7:14 കഴിഞ്ഞിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? 7:14 കഴിഞ്ഞിട്ട് വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകവും കരകൗശല വിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിന്റെ ആദിമത്യാന്തങ്ങളും സൂര്യന്റെ നയനങ്ങളുടെ പറയാൻ വന്നത് ആദ്യത്തെ വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. കണ്ടോ, ജ്ഞാനത്തിന്റെ വലിയൊരാവശ്യം. എവിടെയാ നമ്മൾക്കുള്ള പ്രശ്നം? ഇപ്പോൾ പ്രശ്നം മുഴുവനും നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇല്ലേ. നമ്മൾ ചില സമയത്ത് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ചോദിക്കുന്നത്, എന്തുട്ട് ഞാൻ ഈ പറഞ്ഞത്, അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു തോന്നില്ലേ. പക്ഷേ സംഭവം പുറത്തു വന്നു. നിങ്ങൾ പറഞ്ഞത് പുറത്ത് വന്നത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഹിന്ദിയിൽ ഒരു ഡയലോഗുണ്ട്, ഇത് വചനമൊന്നുമല്ല, എന്നാലും അതിലൊരു ആശയമുണ്ട്.
बंदूक का गोली और सुल्तान का बोली कभी वापस नहीं आता है. ബന്ദൂക്ക ഗോലി എന്ന് പറഞ്ഞാൽ തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടയും സുൽത്താൻ കാ ബോലി, സുൽത്താൻ്റെ മുഖത്തു നിന്ന് വരുന്ന വാക്കുകളും, ഇപ്പോൾ സുൽത്താൻ എന്നല്ല ആരുടെ വാക്കായാലും കബി വാപ്പസ് നഹി ആത്താ എന്ന്, അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വെടിയുണ്ട പൊട്ടുന്ന പോലെയാണ് മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ഇപ്പോൾ അൽഫോൻസാമ്മയുടെ എല്ലാം പുസ്തകത്തിൽ എവിടെയോ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഒരു വലിയ പിശുക്കൻ എങ്ങനെ കാശ് ചെലവാക്കുന്നോ അതുപോലെ ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. മനസ്സിലായോ? പക്ഷെ നമ്മളിങ്ങനെ പറപറാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പം മാതാവ് ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞവളായിരുന്നു, ഔസേപ്പിതാവ് ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് നോക്കിയേ, അവർ വല്ലതും കാര്യമായിട്ട് പറയുന്നത് കാണുന്നുണ്ടോ ബൈബിളിൽ? അവരുടെ ശബ്ദം അധികം കേൾക്കുന്നില്ല, അവർ അധികം സംസാരിക്കുന്നില്ല, പക്ഷേ അവരിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം പ്രസരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും ഇത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി 14 കഴിഞ്ഞു, 22 വായിക്കാം. 22 മുതൽ 7:22. സകലതും രൂപപ്പെടുത്തുന്ന, എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞത്, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിക്കുന്നത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇത്രയും ശരിക്കും മനസ്സിലാക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഇത് തന്നെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരെ? സകലത്തെയും രൂപപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ ഓരോ വാക്കുകളെയും എടുത്ത് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാനുള്ള വകുപ്പുണ്ട് ഇതിൽ. ചെയ്യാമോ നിങ്ങളിങ്ങനെ ഇടയ്ക്ക്? ശാന്തമായിട്ടിരുന്ന് വെളുപ്പിന് എഴുന്നേറ്റ് കുറേ സമയം ഈ ഭാഗങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇത് ഓരോന്നും എടുത്ത് പ്രാർത്ഥിക്കണം. അപ്പം ആദ്യം മനസ്സിലാകാൻ പോകുന്നത്, ദൈവമേ എന്തോരം കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളതെന്ന് നമുക്ക് തോന്നും. ഓക്കെ, തുറന്ന് വായിക്കാം. എല്ലാ ചലനങ്ങളെക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തന്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ്. ദൈവത്തിന്റെ
പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. വീണ്ടും കണ്ടോ, ഇതേ അധ്യായത്തിൽ തന്നെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യ പറയുന്നത് ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. 27ാമത്തെ വചനം ഒന്ന് വായിച്ചേ, ഒന്നുകൂടി ആ 27ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ. മതി. ഇപ്പൊ നമ്മുടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായോ? ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ എന്താ? ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. എല്ലാ പ്രശ്നങ്ങളും ഭൂമിയിൽ നിന്നാണ്, എന്നാൽ അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം ദൈവത്തിൽ നിന്നാണ്. പക്ഷെ അതെങ്ങനെ നമ്മിലേക്ക് വരും? എനിക്കൊരു കാലത്തുണ്ടായ ഒരു അനുഭവം ഇതാണ്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കണമാതിരി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പോയി കർത്താവിനോട് പറഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പറഞ്ഞ് നമ്മളങ്ങോട്ട് പോവുകയാണ്, ഇല്ലേ? നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ പോകുമ്പോൾ ഒരു ശബ്ദം, തോമസ് എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് തന്നെ എന്നെ വിളിക്കുകയാണ്. ഞാൻ മടങ്ങി ചെന്ന് അവിടെ മുട്ടുകുത്തി, കർത്താവേ. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് എന്തോ സംസാരിക്കാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, നീ 1 മണിക്കൂറായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമായിരുന്നല്ലോ, ഇല്ലേ? അറിയാമോ? കർത്താവിനറിയാമോ? കർത്താവിനെല്ലാം അറിയാം. ആഹാ, അത് ശരിയാണ്. അപ്പൊ ഞാൻ സമയം കളഞ്ഞോ? എൻ്റെ സമയവും കളഞ്ഞ്, നിന്റെ സമയവും കളഞ്ഞു. എനിക്ക് എന്നിട്ട് പറയാണ്, എനിക്ക് നിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല. ഒന്നെല്ലാവരും കൈവീശി കാണിച്ചേ. ഇപ്പൊ ഇറങ്ങിപ്പോലെ കേട്ടോ. കർത്താവ് പറയാണ്, നിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് അറിയാമെന്ന് മാത്രമല്ല, അതിൻ്റെ പരിഹാരവും എനിക്ക് അറിയാം. പക്ഷെ നീ ഒന്ന് എൻ്റെ അടുത്ത് ഇരുന്നെന്ന് കേട്ടാലല്ലേ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് ഇങ്ങോട്ട് പറഞ്ഞാലല്ലേ ഈ ഐഡിയ കിട്ടുള്ളൂ. ഭയങ്കര ഒരു ഉൾക്കാഴ്ചയായിരുന്നു. അന്ന് മുതൽ പിന്നെ പ്രാർത്ഥന കംപ്ലീറ്റ് മാറി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും പറയാൻ പോണില്ല, കാരണം അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ പറഞ്ഞ കാര്യം മുഴുവനും ഒരു വാക്കുകൊണ്ട് അവസാനിച്ചു. കർത്താവേ, എൻ്റെ അവസ്ഥ അങ്ങേക്കെല്ലാം അറിയാലോ. അറിയാമോ ഇല്ലയോ? അതാണ് നമ്മൾക്കുണ്ടാകേണ്ട വിശ്വാസം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ ഇതിനൊരു പരിഹാരവും നിനക്കറിയാം. അതെന്താണെന്ന് എന്നോടൊന്ന് പറയും. അപ്പോൾ ഈശോന് സന്തോഷമാവും. പറയാം. എന്നിട്ട് നമ്മൾ ശാന്തമാകണം. നമ്മുടെ ഉള്ള് പ്രശ്നത്തിൽ നോക്കാണ്ട് നമ്മുടെ ഉള്ള് കർത്താവിനെ നോക്കണം. കർത്താവുമായിട്ട് ഒരു സ്നേഹത്തിലേക്ക് വരണം. കർത്താവിൻ്റെ സ്നേഹത്തിലങ്ങ് ലയിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ജ്ഞാനം ഇങ്ങനെ ഒഴുകുന്നതും ആ ജ്ഞാനത്തിലൂടെ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ്
നമ്മൾ നീങ്ങേണ്ടത് എന്ന ദൈവിക ജ്ഞാനം കർത്താവ് നമുക്ക് തരുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ഐഡിയ അപ്പം നമുക്ക് കിട്ടുകയാണ്. ഒരു ഐഡിയ, ഒരു ദൈവികമായ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവം. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കും. അപ്പോൾ സർവജ്ഞാനവും നിറഞ്ഞ ആ ദൈവത്തിനോട് നമ്മൾ പോയിട്ട് നമ്മുടെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം, നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ പഠിക്കണം എങ്കിൽ ജ്ഞാനം വേണം. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഒരാശയം. ഈശോ പറഞ്ഞു, ഗെത്സമനിയിൽ വെച്ച് ഈശോ എന്ത് പറഞ്ഞു? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുക. സോ ഇതാദ്യം എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു വലിയൊരു കാര്യമാണ്. അന്ന് വരെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളൊക്കെ വലിയ പ്രാർത്ഥനക്കാരില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കാം, ഇങ്ങനെയാണ് നമ്മൾ നടക്കണത് ഇല്ലേ. പക്ഷെ നമ്മൾ കർത്താവ് പ്രാർത്ഥിക്കണ കാര്യം നമ്മൾ മനസ്സിലാക്കണില്ല. കർത്താവ് ഈശോ മിശിഹാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് പ്രാർത്ഥന മാറി. അതോടുകൂടി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശോ മിശിഹാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന പോലെ തന്നെ കർത്താവ് നമ്മളെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ട്, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം അത് മനസ്സിലാകാനുള്ള ഒരു ജ്ഞാനം കിട്ടിയാലല്ലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ ഐഡിയ നമുക്ക് നമ്മളിലേക്ക് തരുള്ളൂ. അപ്പം ആദ്യം കർത്താവ് തരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനം. ആ ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഇതൊരിക്കൽ എന്നോട് പറഞ്ഞു, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി നിർത്തട്ടെ? അപ്പോൾ നിനക്ക് ജ്ഞാനം മുഴുവനും കിട്ടിയോ? അതെങ്ങനെ മുഴുവനും കിട്ടിയെന്ന് പറയാൻ പറ്റുക? എന്നാൽ ഇനിയും പ്രാർത്ഥിക്കാൻ പറ്റും. 2 മണിക്കൂർ കഴിഞ്ഞു, അപ്പോഴും വീണ്ടും പ്രാർത്ഥിക്കാൻ പറ്റും. 3 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നോട് വലിയൊരു കാര്യം പറഞ്ഞത്. അത് ഞാൻ പറയാം ഇവിടെ. അത് പറഞ്ഞത് ഇതാണ്. അത് ജർമ്മനിയിൽ വെച്ചാണ്. നീ ജർമ്മൻ ഭാഷയിൽ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങണമെന്ന്. ഇതാണ് പറയാനുണ്ടായിരുന്നത് എന്നോട്. ഇന്നും ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലും ജർമ്മൻ ഭാഷയിൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതാണ് വേറൊരു വശം. പക്ഷേ 10 വർഷം മുമ്പാണ് ഈ സന്ദേശം വന്നത്. ഞാനത് കേട്ടിട്ട് കിടിലം കൊണ്ട് എന്ത് ചെയ്യും, ഇതെങ്ങനെ സംഭവിക്കുക, ആരെന്ത് ചെയ്യുന്നു ഈ പറയുന്നത്? ജർമ്മൻ ഭാഷയിൽ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കിയോ? പക്ഷേ ഈ 3 മണിക്കൂർ എന്നെ കൊണ്ടിരുത്തി പ്രാർത്ഥിപ്പിച്ചത് കൊണ്ട് അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചു. ഇനി അതെങ്ങനെ നടത്തും എന്നുള്ളത് കർത്താവ് തന്നെ നടത്തും. അങ്ങനെ വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു 10 വർഷമായിപ്പോൾ. ഇപ്പോൾ വാസ്തവത്തിൽ ടെലിവിഷൻ ചാനൽ ആൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ഇൻ്റർനെറ്റ് ചാനലായിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു. 24 hours പ്രോഗ്രാം അതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇൻ്റർനെറ്റിലൂടെ അത് കാണാൻ പറ്റും. പ്യുവർ ജർമ്മൻ ഭാഷ മാത്രം. എൻ്റെ എന്തെങ്കിലും പ്രഘോഷണം ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷും ജർമ്മനും ഉണ്ടാവും. ബാക്കിയുള്ളതെല്ലാം ജർമ്മനാണ്. ഒരുപാട് യൂറോപ്പിലെ ഏറ്റവും വലിയൊരു പട്ടണമായ വിയന്നയിലെ
ഏറ്റവും തിരക്കുള്ള സെൻട്രൽ പ്ലേസിൽ അതിന് ഓഫീസും, അവിടുന്ന് 24 മണിക്കൂറും അതിൻ്റെ ഒരു പ്രക്ഷേപണവും എല്ലാം ആരംഭിച്ചു. Praise the Lord. ആരാണ് ഇതൊക്കെ ചെയ്തത്? ഞങ്ങളുടെ ഉത്തരവിതാണ്, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി എന്ന് പറഞ്ഞ എല്ലാവരും. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. അത് ജ്ഞാനത്തിലുള്ളൊരു വചനമാണ്. എല്ലാ ദിവസവും എന്ത് പ്രശ്നങ്ങൾ, ഇത് എന്തോരം ഭയാനകമായ പ്രശ്നങ്ങളെ അതിജീവിച്ചപ്പോഴാണ് ഇത് നടന്നതെന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര ഒരു ഗ്യാരണ്ടിയാണ്, ജ്ഞാനത്തെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് അറിയാത്തതായ ഒന്നുമില്ല എന്നും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പോം വഴി ഈ ജ്ഞാനത്തിലാണുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൗൺസിലിംഗ് തന്നെ പിന്നെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കൗൺസിലറായ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടോ? ആ കൗൺസിലറുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല. ആ കൗൺസിലറുടെ അടുത്തേക്ക് ഇത്രയും പറഞ്ഞാൽ മതി, എൻ്റെ കൗൺസിലറെ, എൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണം, അതിനൊരു വഴി കാണിച്ചതായി. ഞാൻ കൗൺസിലർമാരെ വിഷമിപ്പിക്കുകയല്ല ഞാൻ പറയണത്. നമ്മൾ കൗൺസിലിംഗ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇപ്പം നമ്മൾ എത്ര വലിയ കാര്യങ്ങളായാലും മുഴുവനും നമ്മളൊരു കൗൺസിലറോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ അവർക്കതിന് മുഴുവൻ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ പ്രാരംഭ ധ്യാനത്തിനൊക്കെ കൗൺസിലിംഗ് നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു വളർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പരിശുദ്ധാത്മാവുമായിട്ട് സമ്പർക്കത്തിലാകണം. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നത്, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മളുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായ വഴി തുറക്കും. ഞാനിവിടെ നിൽക്കുമ്പോൾ പഴയ ഒരു ഓർമ്മ വരികയാണ്. 15 വർഷം മുമ്പ്, ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരാണോ അധികം പേര്? അതെ, ഈ BLM-ൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അണ്ടിക്കമ്പിൽ ഇതാരുടെയാ? കണ്ടംകുളത്തിലെ. അറിയാലോ, ഈ കണ്ടംകുളത്തി ജോൺ അങ്കിള് ഞങ്ങളുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുള്ളതാണ്. ഇപ്പോൾ നാട്ടിലെ വളരെ പ്രസിദ്ധനായ നല്ല ഒരു മനുഷ്യൻ. ജോൺ അങ്കിളും ആൻറ്റിയും എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അസുഖമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഈ കശുവണ്ടി ഫാക്ടറി നടക്കുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിവിടെ ധ്യാനിപ്പിക്കാനൊക്കെ വന്നപ്പോൾ ഞങ്ങളവിടെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, തോമസ് പോളെ, ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. കശുവണ്ടി ഫാക്ടറി നടക്കുന്നതിന് പ്രധാന ആവശ്യം 150 ജോലിക്കാർ ഇതിൽ ഉണ്ട്. അവരുടെ കുടുംബത്തെ പ്രതിയെങ്കിലും ഇത് നടന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. 16 മാസമായിട്ട് ഈ അണ്ടി കമ്പനി പൂട്ടിക്കിടക്കുക. എന്താ പ്രശ്നം? അണ്ടിയില്ല. കശുവണ്ടി കിട്ടാണ്ട് ഫാക്ടറി എങ്ങനെ ഓടും? കശുവണ്ടി കിട്ടണമെങ്കിൽ ഒരു 3 കോടി രൂപയെങ്കിലും വേണം. അതിനുള്ള പൈസയുമില്ല. ബാങ്കുകാർ എനിക്ക് നല്ല ബിസിനസ് ആയിരുന്നപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അറിയാലോ, ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് തളരുമ്പോൾ അവരെല്ലാം കൈയൊഴിയും. ഞാൻ പറഞ്ഞു, ജോൺ അങ്കിള് ഇങ്ങനെ പ്രാർത്ഥിക്കും, നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അവർ ചെയ്യണതാ. അവരെല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും 2 പേര്. ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? പക്ഷേ ഒരു ഡയറക്ഷൻ വ്യത്യാസം. എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിനോട് പ്രാർത്ഥിക്കാതെ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. കണ്ട ഓരോ വാക്കും എത്ര ജീവിതബന്ധിയാണത് പറയും.
എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിനോട് പ്രാർത്ഥിക്കാനല്ല ബൈബിൾ പറയുന്നത് മുഴുവനും. ബൈബിൾ പറയുന്നത് മുഴുവനും ദൈവം എമ്മാനുവേലാണെന്നും ദൈവം നിന്റെ ഹൃദയത്തിൽ കൂടാരമടിച്ചിരിക്കുന്ന ഒരു സത്യമാണെന്നുമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ ജോണങ്കിള് ശരി, അത് ശരിയാണല്ലോ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു കടലാസ് നിങ്ങൾക്ക് തരാം, അതേമാതിരിയൊക്കെ വരച്ച് അത് കാണിച്ചു. അപ്പോൾ അതിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ശീർഷകം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളിൽ ഒരു അത്ഭുതം നടക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞെല്ലാവരും, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ. അത് ഭയങ്കര ഒരു തത്വമാണ്. അപ്പൊ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവീകരണം എന്നും കൂടിയാണ് അർത്ഥം. നമ്മളങ്ങ് ദൈവീകരിക്കപ്പെടുമ്പോൾ ദൈവം സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. അപ്പോൾ നാളെ അത്ഭുതം നടത്തുമെന്നാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചു. 3-ാം ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ അങ്കളിച്ചിരിക്കാൻ പറയണ 2-3 കോടി രൂപയുടെ കാര്യമാണ് ഇതങ്ങനെ പെട്ടെന്നിട്ട് നടക്കാനൊന്നും പോണില്ല. അല്ല, ഞാൻ എന്നാലും നീ പറഞ്ഞ മാതിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 7-ാം ദിവസം അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് പറയാണ്, തോമസ് പോളെ ഒരത്ഭുതം നടക്കണം, അണ്ടി കമ്പനി നാളെ തുറക്കാൻ പോവാ. ഇതെങ്ങനെ സംഭവിച്ചു പറയാണ്. ഞാൻ കൊല്ലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയപ്പോൾ വേറൊരു കശുവണ്ടി ഫാക്ടറിയുടെ മുതലാളി, അയാളെ എൻ്റെ സുഹൃത്താണ്. അവിടെ ചെന്നപ്പോഴേ കാണുന്നത് റോഡിൽ മുഴുവനും ട്രക്കുകൾ ഇങ്ങനെ കിടക്കുന്നു വരി വരിയായിട്ട്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു കപ്പ